ഇന്ന് നമ്മുടെ ഒപ്പം ആരെ എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക. ഹൈ കൊടുക്ക സഫില. ബർത്ത്ഡേ റോസ്, ബെസ്റ്റ് വിഷസ്. പിന്നെന്താ, വീട്ടിൽ ചെന്നിട്ട് പാട്ട് പാടിത്തരാം. ഇത് കണ്ടോ നമ്മുടെ ക്യാമ്പസ് പാടം. ലൈഫ് ലൈഫ് ലൈഫ്. During that time, there is no online transfer. It's like only the DD, the money order. Oh, the Chellan for something. Money order. The post office guys used to bring the money here like that. Not even Chellan. Okay, so then things change within the 15 days a lot. Okay, so then what happened then? ആയിരിക്കുമ്പോൾ എത്ര പേര് വരുന്നു. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഐസർബി ക്യാമ്പസ് ആണ്. ഐസർബി ക്യാമ്പസ് എന്ന് പറയണേ ബാലാജി. ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അടുത്ത 24 മണിക്കൂറിൽ പട്ടിയാവാൻ പോണ ഒരു കൊച്ചിനെ കാണിച്ചു തരാം. ആ കൈ കാണിച്ചു കൊടുക്കും. എന്താ പട്ടി അടിച്ചല്ലേ അത്? അല്ല, അത് ചെയറിൻ്റെ കുടുങ്ങിയാണോ? അപ്പം ചെയറായി മാറുന്നതാണ്. ഇതാണ് എൻ്റെ സാറിരിക്കുന്ന ബിൽഡിങ്. മീൻഡാവ്. ഇല്ല, സാറ് പാവ. സാറിപ്പോൾ നടക്കാനൊക്കെ പോലുണ്ട്. എടാ, ഞാൻ ഫുള്ള് വ്ളോഗ് എടുക്കണമായിരുന്നു, പക്ഷെ പറ്റിയില്ല. എങ്ങനെയാ വ്ളോഗ് എടുക്കുക? എന്തേലും പറയാനുണ്ടോ നിങ്ങൾക്ക്? അബു പോകുന്നോണ്ട് വളരെയധികം സന്തോഷം. സന്തോഷം വേറെ എപ്പോഴും കിട്ടിയിട്ടില്ല. ഇച്ചിരി കൂടി സന്തോഷം കിട്ടണമെങ്കിൽ അബു കുറുപ്പൊന്നും പൂരപ്പറമ്പൊന്നും ലെഫ്റ്റ് അടിക്കണം. അത് ഞാൻ കൺസിഡർ ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ പോയ ആ ഗ്രൂപ്പ് ചത്തു. ഞാൻ തന്നെ ഞാനും പറയുന്നു A+1. നിങ്ങളും അഗ്രി ചെയ്യുന്നെങ്കിൽ കമന്റ് ചെയ്ത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതാ ബാലാജി. ഇവിടെ മഴ പെയ്യുമ്പോൾ വാട്ടർഫോൾസ് വന്നു. നിരഞ്ജൻ ഇരുന്ന് പണിയെടുക്കുന്നു. ഇത് അരുണേൻ്റെ ലാബിലെ കൊച്ചാ. അവിടെ ലൈറ്റ് ഇല്ല. അത് അരുണേൻ്റെ ലാബ്. നിരഞ്ജൻ എങ്ങനെയാണ് അരുണ ലാബ് മേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു. എൻ്റെ ലാബ് എന്തുണ്ടല്ലോ, പെയിൻസ് കൂടി. ആരോ ഓടാൻ പോകുന്നു. ആരല്ല, നമ്മുടെ ബാക്കിൽ ചെക്കനാ. വാട്ടർഫോൾസിന്റെ വഴിയാണ് അങ്ങനെ ക്ലീൻ ആയി കിടക്കും. അതുകൂടെ നമുക്ക് നടന്നു കയറാം. എന്നിട്ട് ശിവാനിയുടെ സാറ് ക്ലീൻ എനർജി ലാബിന് അവിടെ പോയിന്ന് ഫോട്ടോ എടുത്തു. അവിടെ ഗാലറി നോക്കിയാലും മതി, സൂപ്പറാണ്. ശിവാനി ഇങ്ങനെ കണ്ട. ഇത് അടിപൊളി സീൻ. ഇതാ രാത്രി അവിടെ പോണേന് അല്ലേ? വാ, വീണ്ടും പറഞ്ഞു കൊടുക്ക് ഇതാ കൊടുക്ക്. എന്താ നീ എനിക്ക് മാത്രം അത്ര പവറായിട്ട് തന്നെ, വേറെ ആർക്കും കൊടുത്തില്ല. എനിക്ക് എപ്പോഴും കിട്ടുന്ന എന്താ കുഴപ്പമില്ല, സന്തോഷം. ഹലോ എവ്രിവൺ, ദിസ് ഈസ് day 2 at ഐസർ ഭോപ്പാൽ. ഇതാ നമ്മുടെ ഒപ്പമാരെ ഇരിക്കുന്നത് നോക്ക്. അരുണ ഗോപൻ. അതിനെന്താ ഞാനും എന്താ വൈദവേ, ഈ ഡ്രസ്സ് എനിക്ക് നല്ല ചേരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ. ഓക്കെ, ആൻഡ് ദ ലെജൻഡ് ഹു വേക്സ് അപ്പ് അറ്റ് 6. ഇന്ന് ഞാനാ വന്നെണീപ്പിച്ച. സൺഡേ എനിക്ക് ഹോളിഡേ ആണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനാണ് വന്ന് എണീപ്പിച്ച. ഞാനിന്ന് നേരത്തെ എണീറ്റു, പക്ഷെ അവരെന്നെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോടില്ല. നമുക്ക് ബസ്സിലെത്തിയിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്, നമ്മൾ ആരൊക്കെ കണ്ടുകൂട്ടിയത് നോക്കൂ. ടാറ്റ കൊടുക്കൂ. ഇതാരണാണ് നമ്മളിന്ന് മെസ്സി പോയിട്ടില്ലേ? പറ, ഫ്രണ്ട്സാണോ? ഇല്ല ഒഫീഷ്യലി. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. സയ്യാർ മൂവിക്ക് പോകണം. ഞാൻ നല്ല ഭയങ്കര ഇൻട്രസ്റ്റോടെ പോകാറുണ്ട്. ബട്ട് ആസ് യൂഷ്വൽ
സമയമെടുക്കും തോറും എൻ്റെ ഇൻട്രസ്റ്റ് പോകും. അപ്പോൾ പോയേക്കല്ലേ ഇതാ ആകാശം കഷ്ടവും ഇരിക്കുന്നു, എന്തോ പരിപാടിയുള്ളൂ, പോയി നോക്കിയിട്ട് വരാം. ഹായ് ഗൈസ്, ഞാൻ വരച്ചത് കണ്ടോ എല്ലാവരും? അടിപൊളിയായിട്ടില്ലേ? ഇത് പ്രിന്റ് എടുത്തേ തോന്നും, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വരച്ചതാ. ഞാൻ ഒറ്റയ്ക്ക് അഭിനയും ഹേറ്റേഴ്സ് വിൽ സേ ഇറ്റ്സ് നതാനിയ മറിയമല്ലേ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇട്ട് ചെയ്യാൻ തോന്നിയുണ്ടോ? കയ്യില് ബ്ലേഡ് ഒക്കെ ഇട്ട് അഷ്ടമി ഹൗ ടു ഗെറ്റ് എക്സ്ട്രാ ചിക്കൻ പീസ്. In the morning to apologize. ആമിനെ രണ്ടു ദിവസം ഉറങ്ങാൻ പറ്റത്തില്ല. എനിക്ക് ഫേസ് ക്രീം വേണം. ഞാൻ എന്റെ മുടിയിൽ എണ്ണ ഉണ്ട് ഇപ്പൊ. എന്താ നോക്കണേ ഇതൊക്കെ കൈ വയ്യാത്തോണ്ട് അഷ്ടമിയപ്പോ ഫുള്ള് വാരി കൊടുക്കൽ. ഐ ജസ്റ്റ് റിയലൈസ് ദാറ്റ് എനിക്ക് എക്സിയിൽ ഇപ്പോഴും പോയി കാണിക്കാം. അവരെന്നെ ഇവന്തോ എനിക്ക് മെയിലൊന്നും എല്ലാം കറക്റ്റായിട്ട് വരുന്നില്ലെങ്കിലും എക്സിയിൽ നിന്ന് അവരെന്നെ കട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു ചാത്തൻ വണ്ട് വന്നിട്ട് എന്നെ കുത്തി. അപ്പോൾ ടു ബി സേഫ് ഞാൻ ഹെഡ് സെൻറ്ററിൽ പോയി. പക്ഷെ ഇവർ മൊത്തം എന്നെ കളിയാക്കി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പോകും. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്തു. എന്നിട്ട് ഇറങ്ങി പയ്യ ആരെയും കാണാം. ഇനിയിപ്പോൾ ബാക്കി കളിയാക്കലാവും. കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു റെഡ് ഡോട്ട്, പിന്നെ ഭയങ്കര കുറച്ച് വേദന. പക്ഷെ അത് ഭയങ്കര എന്താ ഓസിലേറ്റിംഗ് പെയിൻ പോലെയാണ്. ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും. ജീവനോടുണ്ട് ഞാൻ. ഇരുന്ന് പഠിക്കണുണ്ടോ? ഏതാ പടം നോക്ക്. തിയേറ്റർ എക്സ്പീരിയൻസ് താൻ്റെ ആരുടെ ഹായ് കൊടുക്ക്. പറയൂ. ഐഡിയേഷൻ രാത്രി ചായ കുടിച്ചിരിക്കുക. മിസ് ചെയ്യുന്നില്ല ഇതൊക്കെ. ചേച്ചി ഐസർബി എങ്ങനെയുണ്ട് ചേച്ചി? വളരെ നല്ല. എന്താ അഭിപ്രായം? ഉടനെ പോവാണ്. അങ്ങനെ പറയല്ലേ? ഐസർബി ഓർ IAC? കട്ട് ചെയ്ത് കളയാം നമുക്ക്. എന്താ പറയുള്ളേ? എനിക്കെന്താ പറയാൻ? നീ ഒന്നും പറയാ. 4-5 കൊല്ലം ഇവിടെ. എടാ നിനക്കെന്താടാ പറയള്ളേ? എടാ 5 കൊല്ലം കൂടി ഇവിടെ പഠിക്കാനുള്ള. നീ ഏതാ? ഏത് സ്ട്രീം? സാരല്ല ഋഷി, നീ വരുമ്പോ എല്ലാരും പണിയിലാവും. സംസാരിക്കുന്നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റേ സീസൺ 1 ജെറിയും മറ്റേ അവളെ ഡേറ്റ് ചെയ്യാൻ അവന് ബോധമുണ്ട്. അവനും കോൺട്രാഡിനെ അത് ഷിപ്പ് ചെയ്യുന്നത്. എനിക്കപ്പോ ഭയങ്കരമായിട്ട് എന്നെ ഹിറ്റ് ചെയ്തോ. അവന് ഉണ്ടടാ പകുതി. എന്നിട്ട് പറഞ്ഞതാ ടൈലറിന്റെ കാണിക്കൂ. ചക്മേന്റെ അമ്മിന എടുത്തുന്നു. നീ അരുണനെ അങ്ങോട്ട് പറയണ്ട. നീ ചോദിച്ചൊന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ പണിയെടുക്കുന്ന 4/8/2025. സോ ഇന്ന് എനിക്ക് ഒഫീഷ്യലി ഡിഗ്രി കിട്ടി. നല്ല അലമ്മ സൗണ്ടാ ബാക്ക്ഗ്രൗണ്ട്. ആൻഡ് ഞാൻ കുറേ പ്രൊഫഷനെ കണ്ടു. ഞാൻ തളർന്നു, ചത്തു ശരിക്കും. ഇനി എനിക്ക് കുറേ പേരെ കാണണം. ഞാൻ പറഞ്ഞ അങ്ങനെ കാണുമ്പോൾ അവിടെ 2 പേരുണ്ട്. ഐസർബി ഭയങ്കര ക്രൗഡഡായി. കറക്റ്റ് സ്കൂൾ വിട്ട് വരണ പോലെ. എന്താ പറയാനുള്ളായിരുന്നോ ഗോപ? ഇനിയും പിള്ളേർ കൂടും. 500 പേരത്തോളം ഇനിയും വരും. അപ്പോൾ ഒരുമാതിരി മറ്റേ
നടക്കാൻ പോലും സാധ്യത. ആടെ തൊക്ക് അറിയോ ആ ഇരുട്ടിന്റെ മറവിൽ ഞാൻ ആരെയാ കണ്ടെത്തിയെന്ന്. അവരിപ്പോ പുറത്ത് വരും തോന്നുന്നുണ്ട്. Hello everyone, finally we reached the last day of 4-day tour at Aisa Bhopal. രാവിലെ ഞാനൊരു 9:30 ആവാനായപ്പോൾ എണീറ്റു ആൻഡ് രാത്രി 2:30 ആയി കിടന്നപ്പോൾ അരുണയും ഇതേം പോയത് കണ്ടു ഞാൻ. പിന്നെ ഇപ്പം ഞാൻ എണീറ്റ് പല്ലേച്ചു അങ്ങനെ ചെറുതായിട്ട് ഫ്രഷായി. ബട്ട് സ്റ്റിൽ അത് ഇപ്പം ആരുമില്ല. ഈവൻ ഞാൻ നോക്കിയപ്പോൾ ശിവാനി പോയി. പല്ലേക്കാൻ പോയപ്പോൾ ശിവാനി ഇറങ്ങി. ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ അഷ്ടമി അവിടെ ഇരിക്കുന്നുണ്ട്. അഷ്ടമി ഇറങ്ങാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ റൂമിൽ വന്നിരുന്നു. ഇനി എന്താ ചെയ്യണ്ടേ അറിയത്തില്ല. ബട്ട് എനിക്ക് ഭയങ്കര പ്രൊഡക്റ്റീവാണ് അന്നത്തെ ദിവസം. തോന്നുന്നില്ല പകുതി ദിവസം ഇവിടെ ഈ ബെഡിൽ കിടക്കാനാണ് ചാൻസ്. നമുക്ക് അടുത്ത് എവിടെയെങ്കിലും എത്തിയാൽ കാണാം. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ കിടക്കും. ഹലോ, സോ ഫൈനലി നമ്മൾ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി എന്ന അവസ്ഥയിലേക്ക് എത്തി. I don't know what I have said in the previous video. Completely forgot about it. So, ഇപ്പം നമുക്ക് മരുന്ന് കഴിക്കാം. നമുക്ക് 2 ഗുളിക എടുത്തേ, പക്ഷേ താക്കോലെടുത്തിട്ടാ വന്ന്. എന്തോ ഇതുവരെ I need to recharge my phone. ഇപ്പോൾ സമയം 5:06. ഇവിടെ വെള്ളമില്ല. അതുകൊണ്ട് ശിവാനീൻ്റെ റൂമിൻ്റെ വെള്ളം ഉണ്ടാവുമെന്ന് വിചാരിക്കും. എടുത്തിട്ട് താഴെ ഐഡിയേഷനിൽ ഇപ്പോൾ ശിവാനി വരാമെന്ന് പറഞ്ഞു. ഇന്നത്തെ പണി തീർന്നു. അത്രേ. ബാക്കി എല്ലാവരും പണിയില്ല, ബിസി. ഇന്ന് റെഡി വരാൻ 5:06. വാവ്. അവിടെ അഷ്ടമീൻ്റെ ഐക്കോണിക് വാട്ടർ ബോട്ടിലുണ്ട്. ഷോ യു ഗായ്സ്. അഷ്ടമി ഞാൻ അതിന് വെള്ളം കുടിക്കും. ഓക്കെ, 5 രൂപ കൊടുത്ത് സാധനം. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ തുറന്നില്ല. ഒരു ബെറ്റർ. ഓക്കെ, so successfully completed the medicine and take. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചായ കുടിക്കാം, ലെമൺ ടീ. ബൈ. കണ്ടോ എൻ്റെ ഷുഗർ കട്ട് മൊത്തം എങ്ങനെയാ പോണേന്ന്. അർച്ചയൊക്കെ അയച്ചു കൊടുക്കും ഞാൻ. കണ്ടിട്ട് പട്ടി ചന്തയ്ക്ക് പോയിന്ന് കല്ലൂര്. അതൊക്കെ അല്ല നീ അവരെ കണ്ടിട്ട് മലയാളം കോമ്പറന്റ് ചെയ്യാൻ പറ്റാത്ത നീയാണോ ഫ്രഞ്ചിലത്തെ ക്ലാസ് കേൾക്കണം. എന്താ ലാസ്റ്റ് ഡേ അറ്റ് ഐസർബി. അത് നാളെ മോളെ. ആരാന്ന് പറ. ഋഷി ബോസ് 3 ഇടുക. ആറ്റിറ്റ്യൂഡ് ചിരിക്കല്ലേ. ജെൻസി പോസ് എടുക്കുന്ന ആകാശ് മോഡൽ അരദു ഹെഡ കല്ലൂര്. എനിക്ക് സ്ലൈസ് ഇല്ല. ഇനി സംസാരിച്ചാൽ ഞാനിത് മേടിക്കും. സ്ലൈസ് എനിക്ക് സ്ലൈസ് ഇത് വാങ്ങിക്കേണ്ടത് കുറവുണ്ട്. അതെ, എനിക്ക് സ്ലൈസ് എനിക്ക് റോസ് എടുക്കുന്നത്. എനിക്ക് സ്ലൈസ് അയ്യോ പാവം. നിനക്ക് മൃദുല പാനീയങ്ങളൊന്നും വേണ്ട. ഈ പാനീയം വേണം. മലമഞ്ഞ് ഒന്നല്ല ഇങ്ങനെ. എടാ
ഊരാനാ? നമ്മള് അറിയില്ലല്ലോ, ഞാൻ അതുകൊണ്ട് ഊരാന്ന് പറയുന്നത്. ഊര കണ്ടു. भोपाल जंक्शन पे है। റെയിൽവേ സ്റ്റേഷൻ എത്തി അങ്ങനെ ഭോപ്പാൽ. കണ്ടോ DVM റെയിൽവേ സ്റ്റേഷൻ സീൻ.